ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പഴവും സേമിയയും വെച്ചിട്ടൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്നാക്ക് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 നേന്ത്രപ്പഴമാണ്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 3 പഴവും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ ഗീ എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിൻ്റെ കളറെല്ലാം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഞാൻ കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പം മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം അത് ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെയാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ നിന്ന് എടുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ ഒരു സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ അരമുറി നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒത്തിരി നേരം ഒന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ അത് റോസ്റ്റായിട്ട് കിട്ടും. കളറൊന്നും മാറി വരണ്ട, ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അതും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ പാനിലേക്ക് ഞാൻ കുറച്ച് ഗീ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് സേമിയയാണ്. അപ്പോൾ അത് മെൽറ്റായി വന്നതിന് ശേഷം 1 കപ്പ് സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നല്ല ഹെൽത്തിയും ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ആ സേമിയത്തിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സേമിയ വേവിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും, പാലെല്ലാം വറ്റി വരണം. ആ സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ കൈ വിടാണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിച്ചു പോവരുത്. അപ്പോൾ അതാ പാലെല്ലാം വറ്റി വരുന്നുണ്ട്. അപ്പോൾ പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ സേമിയ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഏലക്ക പൊടിച്ചതാണ്, അതൊരു 1/4 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച നാളികേരവും നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച സേമിയയും ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കണം. എല്ലാ ഭാഗത്തേക്ക് സേമിയ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി
ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഗീയോ ഒന്ന് തേച്ച് കൊടുക്കണം. ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ കയ്യിലെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ എല്ലാതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നേന്ത്രപ്പഴം വെച്ചിട്ടൊക്കെ ഒരുപാട് സ്നാക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വന്നതിന് ശേഷം ഇത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് മൂടി വെച്ചിട്ട് ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവി കയറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.